അപ്പോൾ എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഒരു സ്യൂവൽ ചെയറിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഗേൾ. അതായത് നമ്മൾ കൈ നീട്ടി ഇങ്ങനെ കറങ്ങില്ലേ, കസേരയിലൊക്കെ ഇങ്ങനെ കറങ്ങില്ലേ, കറങ്ങുന്ന കസേരയിലൊക്കെ. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ? വാട്ട് ഹാപ്പൻസ് ടു ദ ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ഹാൻഡ്. അതായത് ആ കുട്ടി, കസേരയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി അവളുടെ കൈ നിവർത്തുമ്പോൾ ആംഗുലർ സ്പീഡിന് എന്ത് മാറ്റമാണ് വരുന്നത്, അതുപോലെ കൈ മടക്കുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ അപ്ലൈഡ്. അതായത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ലോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൈ നിവർത്തുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ടു ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ഹാൻഡ്. അതായത് കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ഹാൻഡ്, കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കൂടും. കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടും, അപ്പോൾ ആംഗുലർ സ്പീഡ് ഡിക്രീസ് ചെയ്യും. ഇനി ഫോൾഡ് ചെയ്യുമ്പോഴോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കുറയും. ആംഗുലർ സ്പീഡ് കൂടും. പിന്നെ സി പാർട്ട് ഏതാണ്? ഇതൊക്കെ പറയുന്ന ലോ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സെയിം ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ സി പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട്, ഈ എടുത്ത ഭാഗങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. ഡെറിവേഷനൊക്കെ എഴുതി പഠിക്കുക. അപ്പോൾ താങ്ക് യു.